ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് പെരുമ്പാവൂർ നഗരസഭ 10ാം വാർഡ് കൗൺസിലർ ശ്രീ KC അരുൺകുമാർ. ഹലോ. ഹലോ. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ ആ ഒരു എൻട്രി? അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് താങ്കളുടെ സേവനങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ഒരു ജനപ്രതിനിധി ആവണമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ജനപ്രതിനിധി ആവാൻ വേണ്ടി എനിക്കൊരു അവസരം നൽകിയത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനുപരി പൂർണ്ണമായ പിന്തുണ നമുക്ക് നൽകിക്കൊണ്ടാണ് ആ ഒരു അവസരം എനിക്ക് ലഭിക്കാൻ സാധിച്ചത്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും താങ്കളുടെ പ്രവർത്തനങ്ങൾ സജീവമായി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്നാണല്ലോ താങ്കൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനു മുമ്പും താങ്കൾ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നത്? ഏതൊക്കെ മേഖലയിലായിരുന്നു താങ്കളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്നു. അതിനുപരി നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ എല്ലാം നമ്മുടെ ഭാഗത്തൊക്കെ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ഒന്നുമല്ല. ഒരു മീഡിയം ലെവലിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവരിലേക്ക് മാക്സിമം കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഓരോരോ പരിപാടികളിട്ടു. ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് പോലത്തെ ക്യാമ്പുകൾ, അത് ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെ മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ നമുക്ക് ഭക്ഷ്യ കിറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന സൗകര്യങ്ങൾ, ഇതെല്ലാം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും നമുക്ക് മാക്സിമം നമ്മുടെ ജനപ്രതിനിധികളേക്ക് എല്ലാം കണ്ടുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ തന്നെ പല കാര്യങ്ങളും നടത്തി കൊടുക്കുകയും ജനങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭാഗങ്ങളിൽ ജല ലഭ്യത കുറവുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെയെല്ലാം നമ്മൾ കൃഷി ഇറക്കി, തോടുകൾ നന്നാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജനങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അത് നമ്മുടെ കോവിഡ് സമയം ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നമ്മുടെ ഭാഗങ്ങളിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ അലയുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾ പറയില്ല, നമ്മുടെ വീട്ടിലൊന്നും ഭക്ഷണമില്ലെങ്കിൽ തന്നെ ചില ആളുകളൊന്നും അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആർക്കും പണിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ആരും തന്നെ ഇതൊന്നും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് സാധനങ്ങൾ ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ നമ്മൾ സാധനങ്ങൾ എത്തിക്കരുത്. ആരും അറിയാതെ തന്നെ അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭക്ഷണമില്ലാതെ അലയുന്നൊരു സാഹചര്യം ഉണ്ട്. നമുക്ക് ഈ ഹോട്ടലിലും ഇതിലെല്ലാം അടച്ചിട്ട അവസ്ഥയിൽ ഒരുപാട് ഈ തെരുവിൽ അറിയുന്ന ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടാതെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ നോക്കാം. ഞാൻ വീട്ടിൽ വന്ന് നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടുന്ന ആളുകളെ എൻ്റെ കൺമുന്നിൽ കാണാം. അപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നിരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ നമ്മളൊരു വാട്സപ്പ് സന്ദേശം ഇട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റസുകളിട്ട് കുറച്ച് അങ്ങനെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും ഈ സ്റ്റാറ്റസ് ഇട്ട് കുറച്ച് ആദ്യം ഞങ്ങൾക്കൊരു 10 പൊതി കിട്ടി. പിന്നെ അത് 30 പൊതികളായി, പിന്നെ അത് 70 100 300 പൊതികളായി. അങ്ങനെ നമ്മുടെ നാട്ടിലെ സന്മനസ്സുള്ള ആളുകൾ, പല അമ്മമാരും പല വീടുകളിൽ നിന്നും വളരെ സ്നേഹത്തോടു കൂടി പാചകം ചെയ്ത് തന്ന ചോറും കറികളെല്ലാം നമുക്ക് ഈ തെരുവിൽ അലയുന്ന, ആരോഗ്യം ഇല്ലാതെ തെരുവിൽ അലയുന്നവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതെല്ലാം നമ്മുടെ ജനങ്ങളെ, അത് രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധി ആയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന ബോധ്യം വന്നു. നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശം വന്നപ്പോഴും ഞാൻ ആദ്യമേ ജനപ്രതിനിധി ആവാനുള്ള എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം തന്നെയാണ് നിങ്ങളൊരു ജനപ്രതിനിധി മത്സരിക്കണം എന്നൊരു അവസരം എനിക്ക് തന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ ജനങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ജനങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ ജനപ്രതിനിധികളും ചെയ്യുന്ന കോമൺ കാര്യങ്ങളെല്ലാം മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു എൻ്റെ. ആദ്യമായി ജനപ്രതിനിധിയായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് താങ്കൾ വന്ന ആ ഒരു കാലഘട്ടം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അതെങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. കാരണം നമുക്കറിയാം, ലോകമെങ്ങും കോവിഡ് എന്ന
മഹാമാരി പടർന്നു പിടിക്കുന്ന ടൈമിലാണ്, ഏറ്റവും പീക്ക് ടൈമിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്, ജനപ്രതിനിധിയായിട്ട് വരുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ജനങ്ങൾ, വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല, ജനങ്ങളുടെ സുരക്ഷയായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മളൊരു അവിടെ കുറച്ച് ടീമുകളെ രൂപീകരിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പാടില്ലാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ പരമാവധി ആളുകൾക്ക് കോവിഡ് എത്തരുതെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമായ എല്ലാം അവരുടെ വീട്ടിലെത്തണം. അവർക്ക് എന്താണ് മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻ, ഡോക്ടറിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ സേവനം, എന്താ ആംബുലൻസിന് സേവനം ഉണ്ടെങ്കിൽ ആംബുലൻസിന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ വാർഡ് ചെയ്തു. ആ ഒരു രോഗിക്ക് ആവശ്യമായ ആ വാർഡിൽ ഒരാൾക്ക് പുറത്തു പോയി ഒരു സാധനം വാങ്ങിക്കേണ്ട എന്നുള്ള രീതിയിൽ എല്ലാം നമ്മുടെ വാർഡിൽ തന്നെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ആ വീട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. ഒരു കോവിഡ് രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ എത്തിക്കുന്നു. 24 hours നമ്മൾ ആംബുലൻസ് ഇട്ടായിരുന്നു, 24 hours നമ്മൾ മറ്റുള്ള വാഹന സൗകര്യങ്ങൾ ഇട്ടായിരുന്നു, ഡോക്ടറിൻ്റെ സൗകര്യം ഇട്ടായിരുന്നു, മെഡിസിൻസ് നമ്മൾ ഇട്ടായിരുന്നു. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു വീട്ടിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടുകാർക്ക് എല്ലാം അവിടെ എത്തും. അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണമടക്കം 3 നേരത്തെ ഭക്ഷണമടക്കം എല്ലാം നമ്മൾ സംവിധാനം ചെയ്തു. അപ്പോൾ നമുക്ക് ശരിക്കും മറക്കാൻ പറ്റില്ല. കാരണം ചില വീടുകളിൽ നിന്നും ഒരാളെ നമുക്ക് എടുത്തുകൊണ്ട് പോയായിരുന്നു. രോഗികളെ നമ്മൾ എടുത്ത് ചിലപ്പോൾ കയ്യിൽ പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും അവിടുത്തെ ഈ മറ്റുള്ള ആളുകളൊക്കെ കരയാണ്. കാരണം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ മറ്റുള്ളവരെയും ആ വീട്ടുകാരെയും ചിലപ്പോൾ ഈ അത്രയും സീരിയസ് ആയിട്ടുള്ള ടൈമായിരുന്നു, അവരൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ എടുത്ത് കയറ്റിയപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത് കയറ്റി ഒരാളെടുത്ത് നമ്മൾ ആംബുലൻസിൻ്റെ അകത്ത് കയറ്റി ചെന്ന് കുറച്ച് കഴിയുമ്പോൾ വേറെ ആരും നമുക്കും വരാനില്ല, ആരും വരില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മുടെ PP കിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരാൾ രോഗിയെ എടുത്ത് കയറ്റിയപ്പോൾ ആരും എടുത്ത് കയറ്റാനില്ല, ആരും സഹായിക്കുന്നില്ല, നമ്മൾ എടുത്ത് തന്നെ ആളെ കയറ്റി കഴിയുമ്പോൾ PP കിറ്റ് നമ്മുടെ ആ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് ഫുൾ കീറി പോകണം. വേറെ PP കിറ്റ് അപ്പം ഇല്ല. അപ്പോൾ രോഗിക്ക് തീരെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡ്രൈവർ ചോദിക്കേണ്ട എൻ്റെ അടുത്ത്, കൗൺസിലറെ എന്നാൽ നമുക്ക് PP കിറ്റ് വേണം വാങ്ങിക്കുകയൊന്നും ചെയ്യാം. നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നമുക്ക് ICU ഇല്ല, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. കാരണം എല്ലാം ഫുള്ളാണ്, എല്ലാതും കോവിഡാണ്. അപ്പോൾ നമ്മൾ ആ സ്വന്തം ജീവൻ തന്നെ നമുക്ക് അതിലൊരു ഇത് വെക്കാതെ, അതിനൊരു വില കൊടുക്കാതെ തന്നെ മറ്റുള്ള ജീവനൊരു വില കൊടുത്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ പോലും ഞാൻ കയറില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോലും കയറാത്തൊരവസ്ഥയായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി റൂം എടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. കാരണം ഞാൻ ഫുൾ ടൈം കോവിഡ് രോഗികളിലൊപ്പമായിരുന്നു. അപ്പോൾ ആ കീറിപ്പോയി ഞാൻ അത് അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വേണ്ടിയും എന്തോ പറയുന്ന അന്ന് എനിക്ക് കോവിഡ് വന്നില്ല. പക്ഷെ ആ ചെയ്തതിൻ്റെ ഒരു ഫലമായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ രോഗികളെ പോയി കണ്ടു, ഒരു കുഴപ്പമില്ലാതെ ആ രോഗികൾ വന്നു. ആ രോഗി തിരിച്ച് ഒരു പ്രശ്നമില്ലാതെ വന്നപ്പോഴാണ് മനസ്സിലാക്കി ഒരു ആശ്വാസം കിട്ടിയത്. അങ്ങനെ നമ്മൾ കോവിഡ് സമയത്ത് ആണ് നമ്മുടെ ഒരു കാലഘട്ടം തുടങ്ങുന്നത്. അതിൽ നമുക്ക് മാക്സിമം എല്ലാ വീടുകളിലും ഭക്ഷ്യ കിറ്റുകൾ, പച്ചക്കറി കിറ്റുകൾ, പഠനോപകരണ വിതരണം, അന്ന് ഓൺലൈൻ പഠന സഹായങ്ങൾ വേണ്ട സമയമാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് എല്ലാ കുട്ടികൾക്കും, ആവശ്യമായ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഇത് കൊടുക്കുകയായിരുന്നു, പഠനോപകരണങ്ങൾ കൊടുക്കുകയായിരുന്നു. സർക്കാരിൻ്റെ പൊതു പദ്ധതികളല്ലാതെ ഏതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ താങ്കൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു? നമ്മൾ സർക്കാരിൻ്റെ പദ്ധതികൾ എല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ എല്ലാ കൗൺസിൽസും അത് ചെയ്യും, എല്ലാ ജനപ്രതിനിധികളും അത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യും. ക്ഷേമ കാര്യങ്ങളായാലും സർക്കാർ തരുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മൾ അത് കോമൺ ആയിട്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ്. വ്യത്യസ്തമായി നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് ആരോഗ്യമാണ്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു വികസനം വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുക, അല്ലെങ്കിൽ വലിയ റോഡുകൾ പണിയുക, ലൈറ്റുകൾ മാറുക എന്നും മാത്രമല്ല ഒരു നാടിൻ്റെ വികസനം എന്നുള്ളത്. ആ ജനങ്ങളുടെ ക്ഷേമകാര്യത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ വികസനം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രവർത്തിച്ചതും അങ്ങനെയാണ്. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ മാലിന്യമുക്തമാക്കുക എന്നൊറ്റ ലക്ഷ്യമാണ്. ഈ മാലിന്യത്തിൽ കൂടിയാണ് നമുക്ക് പല രോഗങ്ങളും നമുക്ക് വരുന്നത്, ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം മാക്സിമം നമ്മുടെ വാർഡ്, നമ്മുടെ പരിസരം, നമ്മുടെ വീടായിരുന്നോ നമ്മൾ മാക്സിമം നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ നമ്മൾ നോക്കും. അതുപോലെ നമ്മുടെ വാർഡും വൃത്തിയാക്കാൻ എന്ന ആദ്യം തന്നെ അതാണ് ഞാൻ ചെയ്തത്.
ക്ലീൻ 10ാം വാർഡ് എന്ന ഒരു ആശയം വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ജനപ്രതിനിധിയായി ഒരാഴ്ചക്കകം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് ജനങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ ക്യാമ്പ്, അത് ആയുഷ് എന്ന പേര് സ്വന്തമായി തന്നെ, ആയുഷ് എന്ന കൗൺസിലിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെ, അത് മറ്റുള്ള സർക്കാരിൻ്റെ മുനിസിപ്പാലിറ്റി പദ്ധതിയല്ല, അത് നമ്മുടെ സ്വന്തം പദ്ധതിയായിട്ട് ആയുഷ് എന്ന പേരിട്ട് അതിൻ്റെ ബേസിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നൊരു മെഡിക്കൽ ക്യാമ്പല്ല. 7 ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് മരുന്നുകളും തുടർ ചികിത്സയും അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചത്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ അത് തുടർച്ചയായി നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു മെഡിക്കൽ ക്യാമ്പുകൾ. അതായത് ആയുർവേദമായിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, അങ്ങനെ ഓരോന്നുമായി നമ്മളിങ്ങനെ 5ഓളം മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ തുടർച്ചയായി 5ഓളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. ബ്ലഡ് ടെസ്റ്റുകളായിക്കോട്ടെ, യൂറിൻ ടെസ്റ്റുകളായിട്ട്, അങ്ങനെ പല ടെസ്റ്റുകൾ ഉൾപ്പെടെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ 7-8ഓളം ഡോക്ടേഴ്സൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് കാര്യമില്ല. അങ്ങനെ ആരോഗ്യ മേഖലയിലേക്ക് നമുക്ക് അങ്ങനെ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. കൃത്യമായ അതിന് ഒരു കണ്ടിന്യൂഷൻ നമ്മൾ കൊണ്ടുവന്നു, കൃത്യമായി നമ്മൾ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ നമ്മളൊക്കെ അറിയാം, നമ്മുടെ ഒരു കൂട്ടായ്മ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കിടന്നത്. അത് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുതുതലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരെല്ലാം ഒന്ന് ഒന്നിപ്പിക്കണം. എല്ലാം ഒരു ദിവസം നമുക്ക് ഒരു ദിവസമെങ്കിലും ഒന്നിപ്പിക്കണം. നമുക്ക് പറയാം, വാർഡ് എന്ന് വെച്ചാൽ പല ഏരിയ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, പല ഏരിയയിൽ കിടക്കുന്നത്. അവിടേക്കും ഒരു ദിവസം ഒന്നിപ്പിക്കണം, ഒരു ദിവസം അവരെല്ലാം പരിചയപ്പെടണം എന്ന ഒറ്റത്തിൽ നമ്മൾ സംഗമങ്ങൾ വെച്ചു. ആദ്യം വാർഡ് പരസ്പരം പരിചയപ്പെടാനായിട്ട് വാർഡ് ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ കലാസൃഷ്ടികൾ. നമുക്കെല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ പലർക്കും പല കഴിവുകളുണ്ടാവും, കലാപരമായ കഴിവുകൾ. അതൊന്നും പ്രകടിപ്പിക്കാൻ ഒരു അവസരങ്ങൾ ഉണ്ടാവില്ല. ഞാൻ വാർഡ് ഫെസ്റ്റ് എന്ന നിലയിൽ നൂറിൻ്റെ ടൈമിൽ ഒരു മിനി കാർണിവൽ സംഘടിപ്പിച്ചു. നടന്മാരും അതൊക്കെ കൊണ്ടുവന്ന ഒരു DJ പരിപാടി, അങ്ങനെ ഗാനമേള, അങ്ങനെയൊക്കെ വെച്ചൊരു കുടുംബ സംഘം പോലെ ഒരു ന്യൂ ഇയറിന് അന്ന് പരിപാടി, ആദ്യത്തെ പരിപാടി ഹംഗാമ എന്ന് പേരിട്ട് കൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചു. അന്ന് ഞാൻ അതിൽ മനസ്സിലാക്കിയ കാര്യമുണ്ട്, 70 വയസ്സായ അമ്മമാർ വരെ വന്ന് ആ പരിപാടിയിൽ എൻജോയ് ചെയ്യാണ്, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം ഇല്ലാത്തതായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം. അപ്പോൾ അതൊക്കെ അന്ന് ഒരു ഡാൻസ് ടീമിന്, നമുക്ക് അവിടെ നിന്ന് സഹോദരിമാർ ഒരു ഡാൻസ് ടീം ഉണ്ടാക്കി ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും അവർക്ക് പിന്നീട് ഒരു വരുമാന മാർഗമായി അത് മാറി. ഇന്ന് 30ഓളം വേദികൾ അവർ കളിച്ചു, ഡാൻസ് കളിച്ചു. കാരണം ആ ഒരു അവസരം കിട്ടിയപ്പോഴാണ് അവർക്കൊക്കെ ഇതൊന്ന് പ്രകടിപ്പിക്കാൻ ചാൻസ് കിട്ടിയത്. അവരുടെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു ദിവസം എല്ലാവരും ഒത്തൊരുമയോടെ കൂടി നിന്ന് നമ്മുടെ കലാസൃഷ്ടികളെല്ലാം അവതരിപ്പിക്കുകയും വർത്തമാനം പറയുകയും അങ്ങനെ എല്ലാം നമുക്കൊരു സന്തോഷപൂർവ്വം നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. അത് കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മളത് കൊണ്ടുപോയി. ഇപ്പോൾ ഓണത്തിനായിക്കോട്ടെ, നമ്മൾ ഘോഷയാത്ര കഴിക്കുന്നു, ഒരുമിച്ച് നിന്ന് സദ്യ കഴിക്കുന്നു. അതെല്ലാം എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് പരസ്പരമുള്ള ഒരു സൗഹൃദമാണ് വേണ്ടത്, ബന്ധങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുപരി നമ്മളെല്ലാവരും ഒരു ഐക്യം വേണമെന്ന ഒറ്റത് കൊണ്ടാണ് ആദ്യം തന്നെ അങ്ങനത്തുള്ള പരിപാടികൾക്ക് തുടങ്ങുന്നത്. അത് എല്ലാ വർഷവും നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മാനസികമായ ഒരു ഉല്ലാസം എന്ന് പറഞ്ഞത് വിശദ കാര്യമല്ലേ, അല്ലേ? നമുക്ക് എല്ലാവർക്കും മാനസികമായ ഉല്ലാസം വേണ്ടേ? അത് നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, പല ടെൻഷനുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ മാനസികമായ ഉല്ലാസത്തിന് ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മളൊരു യാത്രകൾ സംഘടിപ്പിച്ചു. യാത്രകൾ എപ്പോഴും നമുക്ക് സുന്ദരമാണ്. ഫാത്തിമയ്ക്ക് അറിയാം, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഫാത്തിമ, അല്ലേ? അപ്പോൾ യാത്രകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ പോകാം, അല്ലേ? നമ്മളെല്ലാവരും ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ വാർഡിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മാക്സിമം എല്ലാവർക്കും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യാത്ര സംഘടിപ്പിച്ചു. അത് എല്ലാ വർഷവും നമ്മൾ യാത്രകൾ സംഘടിപ്പിക്കുന്നു. 3-4 ബസ്സുകൾ എല്ലാവരെയും നമ്മളതിൽ മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു മാനസികമായ ഉല്ലാസത്തിന് ഒരു തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. താങ്കളൊരു യുവ ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ ഇനി വളർന്നു വരുന്ന ഒരു തലമുറയോടുള്ള
താങ്കൾ കൊടുക്കാനുള്ള അഡ്വൈസുകൾ എന്തൊക്കെയാണ്? അതുപോലെ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് താങ്കൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ യുവതലമുറ ഇന്ന് വളരെ വ്യത്യസ്തമായ, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ പോകുന്ന ഒരു യുവതലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള വാർഡൊന്നുമല്ല. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. കൂടുതലും സാധാരണക്കാരുള്ള ഒരു ഏരിയയാണ് നമ്മൾ. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ കൊടുക്കണം എന്ന ഒറ്റ ലക്ഷ്യം നമുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ടാലൻറ്റ് അവാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിച്ചു. ആ ടാലൻറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ ജയിച്ച കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്ന് മാത്രമല്ല, വാർഡിലെ എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട നല്ല നല്ല ക്ലാസ്സുകൾ, പ്രഗത്ഭരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല ക്ലാസ്സുകൾ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം അവർക്ക് പിന്നീടായാലും ആ ക്ലാസ് എടുക്കുന്നവരെ ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിരുന്നു. അത് തുടർന്ന് വരികയാണ്. ആ ക്ലാസ്സുകളെല്ലാം നമുക്ക് കൃത്യമായി എല്ലാ വർഷവും കൃത്യമായി തുടർന്ന് വരികയാണ്. അതുതന്നെ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിന്നും കൃഷിയൊക്കെ നമ്മൾ ഒരുപാട് ഈ അന്യസംസ്ഥാനത്തിൽ നിന്ന് വരുന്ന പച്ചക്കറി, നല്ല വിഷമുള്ള നല്ല പച്ചക്കറികൾ വാങ്ങിച്ചത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കൃഷിത്തോട്ടം രൂപീകരിക്കുക എന്നാണ്. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു കൃഷിത്തോട്ടം രൂപീകരിക്കാം. ആ കൃഷിത്തോട്ടം എന്ന് വെച്ചാൽ പച്ചക്കറികൾ മാത്രമല്ല, വർഷങ്ങളായി തരിശായി കിടന്ന പാടശേഖരം എടുത്തുകൊണ്ട് അവിടെ നമ്മൾ യുവാക്കളെ മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ചെളിയിൽ ഇറക്കിക്കൊണ്ട് തന്നെ നമ്മൾ കൃഷി ആരംഭിച്ചു. അത് വരമ്പ് കിടക്കുന്നവർ, എല്ലാം ഞാറുന്നവർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃഷിയിലേക്ക്, ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ചോറുന്ന ആൾക്കാരാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ ചോറ് എങ്ങനെ വരുന്നു എന്ന് നമുക്കറിയില്ല. ഈ അരി എന്നൊന്നും സംഭവം എങ്ങനെ ഉണ്ടാവണേ എന്നൊന്നും അറിയില്ലാത്തൊരു വിഭാഗം കൂടെ ഉണ്ട് ഇപ്പം. അപ്പോൾ അത് എങ്ങനെയാണ്, ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇതിനൊക്കെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ യുവതലമുറയെ കൊണ്ട് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും ആ കൃഷി മര്യാദയ്ക്ക് നടത്തുന്ന അവർക്ക് ഓരോ അവാർഡുകളും അങ്ങനെയുള്ള യുവാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. സ്കൂളുകളായി ബന്ധപ്പെട്ടിട്ടാണോ ഇത്? സ്കൂളുകളും അല്ലല്ല, നമ്മുടെ അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും, നമുക്ക് ആ വാർഡിലെ വിദ്യാർത്ഥികളും യുവാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അത് ഞങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് ക്യാമ്പിന് 2 മാസം നീണ്ടിരിക്കുന്ന ഫിസിക്കൽ ട്രെയിനിങ് ക്യാമ്പുകൾ, സൗജന്യമായ ഫിസിക്കൽ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തിയിരുന്നു. അതും നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. അതും അങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ നടത്തിയിരുന്നു. ഫിസിക്കൽ ട്രെയിനിങ് ക്യാമ്പുകൾ എന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ട്രെയിനിങ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലാസ്സുകളും കൊടുക്കുന്നു, ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ, അങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഇടയ്ക്ക് നടന്നിരുന്നു. അപ്പോൾ കൊച്ചുകുട്ടികൾ വരെ തൊട്ട് യുവാക്കളായ ആളുകൾ വരെയും നമ്മുടെ ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്നു. താങ്കൾ ലഹരിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുവാക്കളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗവും കാര്യങ്ങളെല്ലാം കൂടി വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊരു പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കാം. അന്ന് തൊട്ട് നമ്മൾ കയറിയപ്പോൾ തൊട്ട് ഈ ലഹരിക്കെതിരെ നമ്മൾ പോരാടുന്ന ഒരാളാണ്. ആ ലഹരിക്കെതിരെ പോരാടേണ്ട ബേസിൽ ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് ഞാൻ. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ മാത്രം പോരാ, അവർ വീട്ടുകാരുൾപ്പെടെ ഉള്ള ആളുകൾ ഇതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഈ ലഹരി ഉപയോഗിക്കരുതെന്ന് നമ്മൾ വായും കൊണ്ട് പറയുമെങ്കിലും നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കാറില്ല. എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മാത്രമാണ് ലഹരി എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഹരി സുലഭമാണ്. ഇപ്പോൾ നമ്മുടെ വാർഡിൽ മാത്രം അത് തടഞ്ഞുകൊണ്ട് കഴിയില്ല. നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ തടയണം, ആ വിദ്യാലയത്തിൽ അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തടയണം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എവിടെ നിന്നാണോ ഇത് വരുന്നത് അവിടെ നിന്ന് നമുക്ക് തടയണം. അപ്പോൾ അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ വാർഡുകളിൽ കൃത്യമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കൃത്യമായ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വേണ്ട, അതെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ
അവരെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുകയും വേണ്ട കാര്യങ്ങൾ അവർക്കെതിരെ വേണ്ട കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. താങ്കളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ വാർഡിൽ പൊതുവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്? പൊതുവായുള്ള കാര്യങ്ങൾ കോമൺ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഒരു 6-7 വീടുകൾ താമസിക്കുന്ന ഒരു പരിസരമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വഴിയുണ്ട്, ഒരു SNDP മന്ദിരമുണ്ട്. അവിടെ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം നടക്കുന്നു, മീറ്റിങ്ങെല്ലാം നടക്കുന്ന സ്ഥലമാണ്. 7 വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. അവിടെ ഭാഗത്തേക്ക് നടന്നു പോയി മഴ പെയ്താലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പോകാൻ പറ്റാത്ത സാഹചര്യം. ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് നമ്മളവിടെ ആ റോഡ് പണിക്ക് തുടക്കം നോക്കിയാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് ആ റോഡ് ആ ഒരു വഴി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് ആ ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട MLA പോയി കണ്ട് MLAക്ക് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ പണി ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റോഡുകളും നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിച്ച് ഒരു ഡിലേയും വരാതെ വിനിയോഗിച്ച് കൃത്യമായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എല്ലാ ഫണ്ടുകളും. അതുപോലെ തന്നെ നമ്മുടെ വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ടായി. അപ്പോൾ മിനിമാക്സ് MLAയുടെ സഹായത്തോടു കൂടി അവർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു മിനിമാക്സ് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ റോഡെല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് കൊണ്ടുപോയി നടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ജംഗ്ഷനുണ്ട്, കാരട്ടുപള്ളിഗ്രാമം എന്ന് പറഞ്ഞ ജംഗ്ഷൻ. എൻ്റെ വാർഡിൻ്റെ പേര് തന്നെ കാരട്ടുപള്ളിഗ്രാമം തന്നെ. അത് 4 റോഡുകൾ ഒന്നിക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടേക്കും വെട്ടത്തിൻ്റെ കുറവ് വളരെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യം പറയുകയും അവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ അനുവദിക്കുകയും അങ്ങനെ ഒരു മിനിമാക്സ് ലൈറ്റ്, ഒരു വലിയ ലൈറ്റ് നമ്മുടെ ഈ ജംഗ്ഷനിൽ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ആ വെട്ടത്തിനുള്ള ഒരു പരിഹാരം നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചു. ഇതെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാന്മാരുടെ എല്ലാം കൃത്യമായ സപ്പോർട്ടുകളും മറ്റു ജനപ്രതികളുടെ സപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ചെയർമാൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. നമ്മുടെ വാർഡിൽ ഈ വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫണ്ട് അനുവദിക്കുകയും നമ്മുടെ തോടുകൾ, വലിയൊരു തോടൊക്കെ പോകുന്ന ഒരു ഏരിയയാണ്. ആ തോടെല്ലാം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിച്ചു. JCB ഉപയോഗിച്ച്, ഇറ്റാച്ചി ഉപയോഗിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് വെള്ളക്കെട്ടിനൊരു പരിഹാരം. നമ്മളൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ റോഡിലേക്ക് വെള്ളം കയറിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് കോമൺ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് എല്ലാം പരിഹാരം കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഭാഗങ്ങളിൽ ഈ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വെള്ളം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മലിനമായിരിക്കുന്നത് ഇതുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ആ തോടുകൾ ക്ലീൻ ചെയ്യാം. ആ ചെറിയ തോടുകളുണ്ട്, ഈ കൈവരി തോട് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ തോടുകളുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്യുക എന്നതാണ്. അതൊക്കെ നികന്നു പോയത്, കൃഷിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യുവാക്കളെ എത്തിക്കൊണ്ട് ആദ്യം ആ കൃഷിക്ക് തുടക്കം കൊടുക്കുകയും അതിനു മുമ്പ് നമ്മൾ തോടുകളെല്ലാം ക്ലിയറാക്കി. തോടില്ലാത്ത തോട്, നികന്നു പോയ തോട് തോടുകൾ പഴയ നമ്മൾ സ്കെച്ച് നോക്കി തോടുകൾ എല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിലേക്ക് അങ്ങനെ ആ ഇറക്കിയപ്പോൾ, അങ്ങനെ അത് തുടങ്ങിയപ്പോൾ ആ പരിസരത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ഉള്ള കിണറുകൾ നല്ല ക്ലിയറായി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. താങ്കൾ ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4.5 വർഷത്തോളമായി, ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് ഈ ഒരു കാലയളവിനിടയ്ക്ക് എപ്പോഴെങ്കിലും രസകരമായ അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഒരു നമ്മുടെയൊക്കെ വാർഡിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് എഴുതിയിരുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ആപ്പ് വഴി നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കല്ലേ ചെയ്തത്. നമ്മൾ വ്യക്തിക്ക് ഓരോ മെസ്സേജ്, നമ്മൾ ആ വീട്ടിൽ നിന്ന് നമ്മുടെ നമ്പർ സേവ് ചെയ്യും, അവരുടെ നമ്പർ സേവ് ചെയ്യും. അങ്ങനെ ആദ്യമേ നമ്മളത് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൃത്യമായി മെസ്സേജ്, ഒരു കറണ്ട് പോയാൽ പോലും നമ്മൾ മെസ്സേജ് അയക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും, അതായത് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടി നമ്മൾ മെസ്സേജ് ചെയ്യുകയായിരുന്നു. രാത്രി 2 മണിയായപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. അപ്പം ഞാൻ ഭയങ്കര ഇതായിട്ട് ഫോൺ എടുക്കുകയാണ്. രാത്രി 2 മണിക്ക് കൂടുതൽ വല്ല ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ആയിരിക്കും.
അല്ലെങ്കിൽ വല്ല കള്ളം കയറിയോ അങ്ങനെ എന്തെങ്കിലും ആപത്ത് എന്നതിൽ ഞാൻ ഫോൺ വലിയ കാര്യം എടുക്കുകയാണ്. എൻ്റെ ആൾ പറയാണ് കൗൺസിലർ കറണ്ട് ഇല്ല. അപ്പം ഞാൻ സമയം നോക്കി കറണ്ട് ഇല്ലയെന്നോ. അപ്പം രാത്രി 2 മണിക്കാണ് വിളിക്കുന്നത് കറണ്ട് ഇല്ലയെന്ന്. അപ്പോൾ തന്നെ ഞാൻ KSEBിയിലേക്ക് വിളിച്ച് അവർക്ക് മെസ്സേജ് ഇടാൻ ഞാൻ ഇപ്പം എനിക്ക് കറണ്ട് വരുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. ഒരു 3:30 വെളുപ്പിന് 3:30 ആയപ്പോൾ അവർ തന്നെ വിളിച്ചു പോവുകയാണ്, കൗൺസിലറെ കറണ്ട് വന്നു കേട്ടോ. അപ്പം നന്ദി ഉണ്ടിട്ടൊന്ന് പറയാൻ, നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വിളിച്ചേക്കാണ്. രാത്രി 3:30 കേൾക്കണം. 2 മണിക്ക് കറണ്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അത് കഴിയുമ്പോൾ 3:30 വീണ്ടും കറണ്ട് വന്നു എന്ന് പറയാൻ വേണ്ടി, നന്ദി പറയാൻ വേണ്ടി വിളിച്ചു. അതൊക്കെ ഒരു രസകരമായ ഒരു ഇതായിരുന്നു. കാരണം നമ്മളെപ്പോഴും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവർ എപ്പോൾ വിളിച്ചാൽ കിട്ടും, എന്ത് കാര്യത്തിൽ നമ്മൾ ഉണ്ടെന്നുള്ളതായിരുന്നു. അതൊക്കെ ഒരു രസകരമായ ഒരു നിമിഷമാണ്. പിന്നെ നമ്മൾ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ അതിർത്തി പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും നമുക്കൊരു ജനപ്രതിനിധിയാണ്, നമുക്ക് ആരും സൈഡ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ന്യായമായ ഒരു കാര്യം എവിടെയാണോ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ന്യായമായ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റുള്ള ആളുകൾ എതിരാവും. അവൻ എത്ര ന്യായം ഉണ്ടെങ്കിലും അവനവിടെ അവരൊപ്പം നിന്നു. പക്ഷെ നമുക്കെന്താ, നമ്മൾ ജനപ്രതിനിധി ന്യായത്തിൻ്റെ പാടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സൈഡ്, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരാൾ, ഒരു കുടുംബം നമുക്ക് എതിരാവുന്നൊക്കെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് അപ്രീതികളെല്ലാം അങ്ങനെ അതൊക്കെ നമുക്ക് തരണം ചെയ്തു പോകും. അതൊക്കെ പിന്നീട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ എപ്പോൾ ന്യായം നമുക്ക് ഇവരുടെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ അവരൊപ്പം നിൽക്കും. അപ്പോൾ അവരൊരു ന്യായം ഇല്ലെങ്കിൽ അവരൊപ്പം നിന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വഴക്കിടുന്ന ചില അതൊക്കെ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാറുണ്ട്. അതൊക്കെ രസകരമായ ഒരു നിമിഷങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് മൊത്തം ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം പ്രയോജനപ്പെടുത്തി താങ്കൾ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മളൊരു ഡിജിറ്റൽ യുഗം തന്നെയാണ് നമ്മുടെ ഒരു AI ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ വാർഡിലൊക്കെ പല മാലിന്യങ്ങൾ തള്ളുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പം എൻ്റെ വാർഡിലില്ല, അങ്ങനെ ഉണ്ടാവാം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഒരു അൺലീഗൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് അറിയാൻ ഭാഗത്തിന് നമുക്കൊരു സംവിധാനം വേണം. അപ്പം നമുക്ക് നമ്മുടെ ഭാഗങ്ങളിൽ, നമ്മുടെ ജംഗ്ഷനുകളിൽ, വിവിധ ഇടങ്ങളിൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തു. അത് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ നിലവിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഭാഗങ്ങളിലും നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ വാർഡിൻ്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി എല്ലാ ക്യാമറകളും എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അൺലീഗൽ ആക്ടിവിറ്റീസ് അവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്കത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് പിടിക്കപ്പെടാനും നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ക്യാമറ നമുക്ക് സ്ഥാപിച്ചത്. അത് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഭയങ്കര പ്രയോജനപ്പെടുന്നു. ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇനി സ്ഥാപിക്കാനുണ്ട്, അതും സ്ഥാപിച്ചു വരികയാണ്. ഇതിൻ്റെ എന്തെങ്കിലും ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രയോജനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ചില ആളുകളൊക്കെ നമുക്കറിയാം, ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്, പ്രദേശമാണ് ഈ നമ്മുടെ പെരുമ്പാവൂർ. നമ്മുടെ ഭാഗത്ത് കുറവാണെങ്കിൽ പോലും ആ വാർഡിൽ വരുന്ന അല്ലെങ്കിൽ ആ വാർഡുമായി ബന്ധമില്ലാത്ത ഒരാളുകൾ ആ ഭാഗത്ത് വരുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. ഇതാരാണ്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. കാരണം ഇവർക്കൊന്നും എത്ര ID പ്രൂഫൊന്നും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് പല മോഷണ ശ്രമങ്ങളൊക്കെ നമ്മുടെ വാർഡിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില വണ്ടികളിലൊക്കെ ട്രേസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. വണ്ടികളിലെ നമ്പറൊക്കെ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാമറയോടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, താങ്കളുടെ സേവനങ്ങൾ അതിഥി തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ വാർഡിൽ അതിഥി തൊഴിലാളികളില്ല, അങ്ങനെ നമ്മുടെ വാർഡിലില്ല. പക്ഷെ എന്നാലും നമ്മുടെ പെരുമ്പാവൂർ ഒരുപാട് കോവിഡ് സമയത്താണ് നമ്മൾ അവിടെ നമുക്കങ്ങനെ ഭക്ഷണത്തിന് അന്യസംസ്ഥാന തൊഴിലാളി വിശക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവൻ്റെ ഭാഷയോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്കെല്ലാവർക്കും ഒരുപോലെ മനുഷ്യരാണ്. അതൊക്കെ എല്ലാവരും വിശപ്പ് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. അത് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നില്ല, അത് അവൻ്റെ മതമോ ജാതിയോ രാഷ്ട്രീയമോ അവൻ്റെ ഭാഷയോ ഒന്നും നോക്കിയല്ല. അതൊക്കെ നമ്മൾ കൃത്യമായി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഇനി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ താങ്കൾ ജനപ്രതിനിധി ആവാൻ തന്നെ തീരുമാനിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു കിട്ടിയ അവസരം നമുക്ക് മാക്സിമം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഒരു അവസരം പാർട്ടി നമുക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മത്സരിക്കുകയും ആ ഏത് വാർഡിനാണ് പ്രതികരിക്കുന്നത് അവിടെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. താങ്കളുടെ വിലപ്പെട്ട സമയത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.